ഓക്കെ. ഒരു വ്യക്തിയുടെ ഭക്ഷണക്രമം അല്ലെങ്കിൽ ഒരു യോഗിയുടെ ഭക്ഷണക്രമം നമ്മൾ പലരും കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ കൃത്രിമ രുചിയായതുകൊണ്ട് സ്വാദ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ കഴിക്കുന്നു. ഈ ചുരുക്കം പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രുചി ഏറുമ്പോൾ, സ്വാദ് ഏറുമ്പോൾ നമ്മൾ നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം എന്ന് ശ്രദ്ധിക്കാറില്ല. എല്ലാവരും നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു യോഗ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സാധാരണ വ്യക്തി, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ കഴിക്കാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി കഴിക്കണം. അപ്പോ പല രീതിയിൽ പല ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം. പലർക്കും പല മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ച പ്രകാരം തന്നെ ആ ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യണം. അല്ലാത്ത യോഗിയും സാധാരണ വ്യക്തി ചെയ്യേണ്ടത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ എപ്പോഴും രാവിലെ കഴിക്കുന്ന ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും വയർ ഫുള്ളാക്കി കഴിക്കണം. സാധാരണ ഭക്ഷണം തന്നെ പറയുന്നത്, രാവിലെ കഴിക്കുന്ന ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് വയർ ഫുള്ളായി കഴിക്കണം. ആ ഭക്ഷണം ഒരു 7-8 ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കണം. ഓക്കെ. ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് 12 to 1:30 ഉള്ളിൽ കഴിയണം. അവിടെ നമ്മൾ നമ്മുടെ വയറിന്റെ 75% കഴിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും വയറ് നിറയ്ക്കാൻ പാടില്ല. വൈകിട്ട് എന്ന് പറയുന്നത് ഞാൻ നിർദ്ദേശിക്കുന്ന സമയം 7 മണി മുതൽ 7:30, മാക്സിമം 8 മണി. 8 മണി മുന്നേ എന്തായാലും ഡിന്നർ കഴിഞ്ഞിരിക്കണം. അവിടെ നമ്മൾ 50% ഭക്ഷണം കഴിക്കാൻ പാടും. ഇങ്ങനെ നമ്മൾ ഭക്ഷണ രീതിയിൽ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ വയർ സംബന്ധമായ ഉദര രോഗങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. പല വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ഉദാഹരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്, അല്ലെ? പിന്നെ ഈ പറയുന്ന കൊഴുപ്പ്, ജീവകങ്ങൾ, ധാതുക്കള്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, അതായത് പച്ചക്കറി, ഇലക്കറികൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഉൾപ്പെടുത്തണം നമ്മൾ ഭക്ഷണത്തിൽ. എല്ലാം. ഇപ്പോ എല്ലാം നമുക്ക് കഴിക്കാം, നോൺ എല്ലാം കഴിക്കാം. എല്ലാ ഭക്ഷണം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മാത്രം. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, രാവിലെ നിങ്ങൾ 100%, ഉച്ചയ്ക്ക് 75%, വൈകിട്ട് 50%, ആ രീതിയിൽ പോവാം. പിന്നെ നമ്മളൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം കുടി വളരെ കുറവാണ്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഒരു വ്യക്തി 50 കിലോയാണ് വെള്ളം കുടിക്കുക. ആ വ്യക്തി ദിവസവും 2 ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം. അതിൽ മാറ്റങ്ങളില്ല. അപ്പോ യോഗിയുടെ ഭക്ഷണക്രമം എന്ന രീതിയിൽ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് മാറ്റാം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തെ ശരിക്കും നമ്മൾ ആരും ചവച്ചരച്ച് കഴിക്കുന്നില്ല. ആർക്കും സമയമില്ല. ഇപ്പോ എന്ത് കഴിച്ചാൽ വേഗം എന്താ പറയാ, മിണുങ്ങുന്ന പോലെ നമ്മൾ കഴിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് അതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുക സമയം. ആ സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ ഒഴിവാക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്താ, ഒരു കയ്യിൽ മൊബൈൽ ഫോൺ ആയിരിക്കും, മൊബൈൽ നോക്കുന്നു, ഇങ്ങനെ എടുത്ത് കഴിക്കുന്നു. ഈ ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു 90% ആളുകളും, അല്ലെ? അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സംസാരം, നമ്മുടെ കൂടെ വീട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, നാട്ടുകാർ ആരെങ്കിലും ഉണ്ടാവും. നാട്ടുകാരെ വേണം കല്യാണം മറ്റു ഫംഗ്ഷന് മാത്രം. അപ്പൊ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിരിക്കും, അല്ലെ? അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഭക്ഷണം കഴിക്കുന്ന ഒരു 10 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിച്ച് ചവച്ചരച്ച് ഇറക്കാൻ പറ്റും. അത് നമുക്ക് നല്ല ദഹനശക്തി കിട്ടും. പക്ഷെ നമ്മൾ കുറെ, ഇപ്പൊ ഒരു പൊറോട്ട എക്സാമ്പിൾ, നമ്മൾ പൊറോട്ട ഇങ്ങനെ കഴിക്കുക വെച്ചാൽ ചവച്ചരക്കാതിരിക്കുന്ന വയറിൽ പിന്നെ ഇങ്ങനെ റബ്ബർ പോലെ കിടക്കില്ലേ? അപ്പൊ നമ്മളെപ്പോഴും ചവച്ചരക്ക് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഭക്ഷണം കഴിക്കാൻ സമയനിഷ്ഠ കൃത്യമായി പാലിക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും തിരക്കിലാണ്. നമുക്ക് ആർക്കും തിരക്കില്ലാത്തവരാരും, എല്ലാവരും തിരക്കിലായിരിക്കും, എല്ലാവർക്കും സമയമില്ല. നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തിയേ പറ്റൂ. നമുക്ക് നല്ല രീതിയിൽ
നല്ല ആരോഗ്യത്തോട് മുന്നോട്ട് പോകണമെങ്കിൽ ഡയറ്റ്, അതായത് പ്രോപ്പർ ഡയറ്റ് എന്ന രീതിയിൽ ഭക്ഷണം കൃത്യമായി കഴിച്ചു പോകാം. പിന്നെ പലർക്കും പല ഡയറ്റും വേണ്ടി വരും. അതിന്റെ വീഡിയോസ് മുമ്പ് ചെയ്തിട്ട് വീണ്ടും വീഡിയോസ് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് വെയിറ്റ് കൂട്ടാനുള്ള ഡയറ്റ് ആയിരിക്കും, ചിലർക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ളതായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും, ചിലർക്ക് വേറെ എന്തെങ്കിലും അസുഖം. അപ്പൊ അതിനനുസരിച്ച് ഡയറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് എന്ത് മാനസിക ചിന്താ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശങ്ങൾ പാലിച്ച് കൃത്യമായി മുന്നോട്ട് പോവാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ രാവിലെ നടത്തുന്ന യോഗ വിത്ത് വർക്കൗട്ടിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അയക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്താണ് നമ്മൾ ട്രെയിനിങ് കൊണ്ടുപോകുന്നത്. മറ്റ് 3 നോട്ട്സുകളെല്ലാം കൊണ്ട് പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ. ബാക്കി എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ്, അതിൽ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. ഓക്കെ, താങ്ക് യു.